ഹലോ, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി ഏലിയാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ നോക്കിയേ. എവ്രി വൺ നോ ദാറ്റ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അതായത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഈ സെൻറ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിയേ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എവ്രി വൺ നോയല്ല, എവ്രി വൺ knows ആണ്. everyone knows that the sun sets in the west. സോ നമ്മൾ ചിന്തിക്കുമ്പോൾ എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നല്ലേ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓൾ ദ പീപ്പിൾ, അത് പ്ലൂറൽ അല്ലേ എന്ന് ഒരു തെറ്റിദ്ധാരണ വരാം. സോ ശരിക്കും എവ്രി വൺ, എവ്രിബഡി, നോബഡി, സംബഡി ഇതെല്ലാം തന്നെ സിംഗുലർ സബ്ജക്റ്റാണ്. സോ ഇവിടെ നമ്മൾ എവ്രി വൺ നോയല്ല, എവ്രി വൺ നോസ് ദാറ്റ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കിയേ. അനു ആൻഡ് റാണി ലീവ്സ് ഇൻ ന്യൂയോർക്ക്. അനുവും റാണിയും ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. ഈ സെൻറ്റൻസിൽ എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ അനു ആൻഡ് റാണി ലീവ്സ് ഇൻ ന്യൂയോർക്ക് അല്ല, അനു ആൻഡ് റാണി ലീവ് ഇൻ ന്യൂയോർക്ക് ആണ്. ഇവിടെ അനുവും റാണിയും അവർ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷേ അനു ആൻഡ് റാണി എന്ന് പറഞ്ഞാൽ അവരൊരുമിച്ച്, അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ദേ, സോ ദേ ലീവ് ഇൻ ന്യൂയോർക്ക് അല്ലേ. സോ അനു ആൻഡ് റാണി ലീവ് ഇൻ ന്യൂയോർക്ക് ആണ് കറക്റ്റ്. നമുക്കറിയാം പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ആഡ് ചെയ്യത്തില്ല. സോ അനു ആൻഡ് റാണി ലീവ് ഇൻ ന്യൂയോർക്ക്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹി ഹാസ് ഓർ ഹാവ് ടു സിസ്റ്റേഴ്സ്. ഇതിൽ ഏതാണ് വരേണ്ടത്? ഹി ഹാസ് ടു സിസ്റ്റേഴ്സ് ആണോ, ഹി ഹാവ് ടു സിസ്റ്റേഴ്സ് ആണോ? അവന് 2 സഹോദരിമാരുണ്ട്. ഇവിടെ സബ്ജക്റ്റ് അവൻ, ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് ആണ് വരേണ്ടത്. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. മെനി പീപ്പിൾ ലൈക്സ് ടു ഗോ ഓൺ വെക്കേഷൻ ഇൻ ദ സമ്മർ. ഇവിടെ നമുക്ക് പറയേണ്ടത് പലരും വേനൽക്കാലത്ത് അവധിക്കാലം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ സെൻറ്റൻസിലുള്ള മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ മെനി പീപ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ ലൈക്സ് അല്ല, അവിടെ എന്ത് വരും? ലൈക്കാണ് വരേണ്ടത്. അതായത് വേർബിൻ്റെ കൂടെ യെസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെനി പീപ്പിൾ ലൈക്ക് ടു ഗോ ഓൺ വെക്കേഷൻ ഇൻ ദ സമ്മർ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ദ ചിൽഡ്രൻസ് ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. കുട്ടികൾ പുറത്ത് കളിക്കുന്നു. ഇതിലെ മിസ്റ്റേക്ക് എവിടെയാണ്? ഇവിടെ ചിൽഡ്രൻസ് എന്ന് പറയത്തില്ല, ചിൽഡ്രൻ എന്നേ പറയത്തുള്ളൂ. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. ഒരൊറ്റ കുട്ടികളുണ്ടെങ്കിൽ ചൈൽഡ് എന്ന് പറയുക. ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ ചിൽഡ്രൻ എന്നാണ് പറയേണ്ടത്. സോ നോർമലി നമ്മൾ പ്ലൂറലാക്കാൻ വേണ്ടി, സിംഗുലർ ആണെങ്കിൽ പ്ലൂറലാക്കാൻ വേണ്ടി എസ് ആഡ് ചെയ്യും. പക്ഷെ അങ്ങനെ എല്ലായിടത്തും എസ് ആഡ് ചെയ്യാൻ പാടില്ല. ചില ഇറഗുലർ പ്ലൂറൽസ് ഉണ്ട്. അതാണ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് മാനിൻ്റെ പ്ലൂറലാണ് മെൻ, ഫുട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്, ടൂത്തിൻ്റെ പ്ലൂറലാണ് ടീത്ത്. സോ ഇങ്ങനെ കുറച്ച് ഇറഗുലർ പ്ലൂറൽസ് ഉണ്ട്. അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ നൈറ്റ്, ഇറ്റ്സ് നോട്ട് സേഫ്. ഇവിടെ നമുക്ക് പറയേണ്ടത് രാത്രിയിൽ പുറത്തു പോകരുത്, അതൊട്ടും സുരക്ഷിതമല്ല. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ നൈറ്റ് അല്ല,
അറ്റ് നൈറ്റ് ആണ് പറയേണ്ടത്. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് പറയും. പക്ഷെ നൈറ്റ് പറയുമ്പോൾ അറ്റ് നൈറ്റ് എന്നേ പറയാവുള്ളൂ. സോ ദ ആൻസർ ഇസ് ഡോണ്ട് ഗോ ഔട്ട് അറ്റ് നൈറ്റ്, ഇറ്റ്സ് നോട്ട് സേഫ്. ഇനി അടുത്തൊരു സെൻറ്റൻസ്, യു ആർ നോട്ട് ലിസ്ണിംഗ് മീ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ യു ആർ നോട്ട് ലിസ്ണിംഗ് മീ എന്ന് പറയത്തില്ല, ലിസ്ണിംഗ് ടു മീ എന്നാണ് പറയേണ്ടത്. യു ആർ നോട്ട് ലിസ്ണിംഗ് ടു മീ. നമ്മളെപ്പോഴും ലിസൺ എന്ന വേർബ് കഴിഞ്ഞിട്ട് ടു ആഡ് ചെയ്യണം. യു ആർ നോട്ട് ലിസ്ണിംഗ് ടു മീ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ഐ ഡിഡൻറ്റ് എയ്റ്റ് എനിത്തിങ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് ബിക്കോസ് ഐ വാസൻറ്റ് ഹംഗ്രി. എനിക്ക് വിശപ്പില്ലാഞ്ഞതിനാൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒന്നും കഴിച്ചില്ല. ഇവിടുത്തെ കറക്ഷൻ എന്താണ്? ഇതൊരു കോമൺ മിസ്റ്റേക്കാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസസിൽ സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും, അതായത് ഡോണ്ട്, ഡിഡിൻറ്റ്, വോണ്ട്, ഇതിൻ്റെ കൂടെ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വേർബ് വേണം യൂസ് ചെയ്യാൻ. അതായത് ഇവിടെ ഐ ഡിഡിൻറ്റ് ഈറ്റ് എനിത്തിങ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് ബിക്കോസ് ഐ വാസൻറ്റ് ഹംഗ്രി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഓൾ ആൻഡ് സ്റ്റേ സേഫ്.